എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിലും ഒരുപാട് ആരാധകരുള്ള നടിയാണ് സിമ്രാൻ. നിരവധി സിനിമകളിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സ്വന്തം മമ്മൂക്കയെക്കുറിച്ച് സിമ്രാൻ സംസാരിച്ച കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാകുകയാണ്. സിമ്രാൻ പറഞ്ഞ വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സിമ്രാൻ മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഞാൻ ഒരു ചിത്രം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ദ്രപ്രസ്ഥമായിരുന്നു ആ ഒരു ചിത്രം. ഒരു പ്രശസ്ത തമിഴ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഈ കാര്യം സിമ്രാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഐക്കണിക് ഫിഗറാണ് മമ്മൂട്ടി. അദ്ദേഹം എപ്പോഴും അങ്ങനെ തന്നെയാണ്, കുറച്ചുപോലും മാറിയിട്ടില്ല. മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഞാൻ ഒരു സിനിമയാണ് ചെയ്തത്, ഇന്ദ്രപ്രസ്ഥം. അത് ഇവിടെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തപ്പോൾ ഡൽഹി ദർബാർ എന്നായിരുന്നു പേരിട്ടത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ ആയിരുന്നു. ആ ഒരു സിനിമയിൽ ഞാനും മമ്മൂട്ടി സാറും ജോഡികളല്ലായിരുന്നെങ്കിൽ പോലും നല്ല 2 ഗാനങ്ങൾ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇന്ത്യ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ മൂവി കൂടിയാണ് ആ ചിത്രം. അവസാനമായി മമ്മൂക്കയുടെ ചിത്രം കണ്ടത് ബസൂക്കയാണ്. ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിന്റെ മകനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗ് തിരക്കിൽ ആണ് അദ്ദേഹം. രജനി സാറും മമ്മൂക്ക സാറും എന്നും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇന്റർവ്യൂവിൽ താരം വ്യക്തമാക്കി ഈ കാര്യങ്ങളൊക്കെ. ഓരോ സൂപ്പർ താരങ്ങൾക്കും മമ്മൂക്കയെ കുറിച്ച് പറയാൻ വേണ്ടി ഒട്ടനവധി കാര്യങ്ങളാണുള്ളത്. ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് ചിത്രമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്യാപ്പ് നാഗർകോവിലാണ് അടുത്തൊരു ഷൂട്ടിംഗ് സ്പോട്ട്. മമ്മൂക്ക എന്ന് ജോയിൻ ചെയ്യുമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മമ്മൂക്കയും സിമ്രാൻ താരജോഡികൾ ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.